എല്ലാവർക്കും നമസ്കാരം. കേരള പോലീസിൽ നമുക്കൊരു വിശ്വാസവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അത് ഈ പ്രതാപനെ പോലെയുള്ള നാറിയ പോലീസുകാരന്മാർ കാരണം അതങ്ങ് നശിക്കും. സത്യം ഉള്ള കാര്യമാണ്. ഇടയ്ക്ക് ഒരിക്കൽ മാങ്ങ മോഷ്ടിച്ച ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. ഇവനെ പോലെയുള്ള കള്ളന്മാരും കാവട്യന്മാരും കാരണം കേരള പോലീസിൽ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസം കുറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും. അവിടെ പോയ നീതി കിട്ടത്തില്ല, പോലീസ് സ്റ്റേഷനിൽ പോയ നീതി കിട്ടത്തില്ല, നമ്മൾ ചിലപ്പോൾ വാദി പ്രതിയായി മാറും എന്നുള്ള ചിന്തയും കൂടി നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിൽ ഇവനെപ്പോലുള്ള നാറിയ പ്രതാപന്മാർ കുത്തിവെക്കുന്നു എന്നതാണ് സത്യം. എന്താണ് വിഷയമെന്നല്ല, 2024 ജൂൺ 20 ഒരു കള്ളക്കേസ് ബെഞ്ചോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നെഞ്ചത്തോട്ട് അങ്ങോട്ട് അടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാറിയ പരിപാടിയാണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് ബെഞ്ചോ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് തന്നെ ഞാൻ കൊടുക്കാം. പകരം ഈ ബെഞ്ചോയുടെ വൈഫ് ഇത് ചോദിക്കാൻ ആ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ SHO ആയ പ്രതാപൻ എന്ന് പറയുന്ന വരനാറി ആ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ആ സ്ത്രീയോട് ചെയ്തിട്ടുള്ള ക്രൂരത ആ വീട് സഹിതം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അടിക്കുകയാണ്, ഗർഭിണിയായ ആ സ്ത്രീയെ അടിക്കുകയാണ്. ഒരു കാര്യമില്ലാണ്ട് തന്റെ ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കി അകത്ത് കൊണ്ടിട്ട് വെറുതെ 5 ദിവസം കൊണ്ട് ജയിലിലിട്ടിരുന്ന് അങ്ങനത്തെ നാറിയ പരിപാടി അടക്കം കാണിച്ച് കൂട്ടി അവസാനം ന്യായം സത്യം എന്ന് പറയുന്ന കാര്യം തെളിഞ്ഞു. ഒരു വർഷത്തിന് ശേഷം ബെഞ്ചോ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. പക്ഷെ തെളിഞ്ഞതിന് ശേഷം തെളിയാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ SHO എന്ന് പറയുന്ന നാറിയായിട്ടുള്ള പ്രതാപൻ ആര് മിന്നൽ പ്രതാപൻ എന്നാണ് എന്റെ വിചാരം. ഈ പ്രതാപൻ എന്ന് പറയുന്ന ഇവൻ ആ ബെഞ്ചോയുടെ വൈഫിനെ അടിക്കുന്ന വീഡിയോ പുറത്തായി. ആ സ്റ്റേഷനിലെ CCTV ഫുട്ടേജ് എടുത്തപ്പം അതിൽ നിന്ന് തന്നെ ആ വീഡിയോ കിട്ടി. അങ്ങനെ ആകെ മൊത്തം മൂഞ്ചി. അങ്ങനെയാണ് പ്രതാപൻ മൂഞ്ചുന്നത്. എന്തായാലും ഈ വിഷയം എന്താണെന്ന് ഈ ബെഞ്ചോ, ഈ ലേഡിയുടെ ഹസ്ബൻഡായിട്ടുള്ള ബെഞ്ചോ പറയുന്ന നമുക്കൊന്ന് കണ്ടു നോക്കാം. ശരിക്കും എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നു? അത് ഇവിടെ നമ്മുടെ ലോഡ്ജിന്റെ തൊട്ട് മുന്നിലുള്ള ഒരു സ്ഥാപനത്തില് രാത്രിയിൽ ഒരു 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. നമുക്ക് എന്താ കാര്യം അറിയില്ല. അപ്പൊ ഞാൻ കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ വൈഫ് വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്ന് നോക്കുന്നത്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അവര് 2 പേര് അലമുറയിട്ട് കഴിയും. അപ്പൊ നമ്മളാണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ അടുത്തുള്ള ആൾക്കാർ 2 പേരെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് ചോദിക്കല്ലോ. പോലീസുകാരോട് ഞാൻ അത്രമാത്രം ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഞാനും എന്റെ വൈഫ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇത് ചോദിച്ചു കഴിഞ്ഞിട്ട് അവര് ഇതിൽ ഇടപെടരുതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ റോട്ടിലേക്ക് മാറിയുന്നു. റോട്ടിൽ നിന്നിട്ടാണ് ഞങ്ങൾ ആ വീഡിയോ പിടിക്കുന്നത്. ഇത് അവർക്ക് എന്തോ ഈഗോ അടിച്ചു തോന്നുന്നു ഞാൻ ഈ ചെയ്തത്. അത് പ്രകാരം ഇവര് പിറ്റത്തെ ദിവസം വന്നിട്ട് പറയുന്നത് ഇതില് നിങ്ങൾ 3-ാം പ്രതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 50 മീറ്റർ ഉള്ളൂ. അപ്പോൾ എന്നെ എപ്പോഴാണെങ്കിലും അവർക്ക് അസസ് ചെയ്ത് കിട്ടാവുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ അടുത്തുള്ള ആളാണ്. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളതിനെ ഇവിടെ വന്നിട്ട് ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ പറഞ്ഞു നോക്കി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാണ് ചെക്കപ്പിന് വേണ്ടി. ഞങ്ങൾ 2 മാസം പാട് ബുക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞാലൊന്നും അത് കേൾക്കുന്നില്ല. അവിടെ ഉള്ള ഇത് ക്രൂരമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഈ വിഷയങ്ങളുണ്ടായിട്ടും അവര് നമ്മളതിനെ ആദ്യം അനുനയിപ്പിച്ച് സംസാരിച്ചു നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തി. പിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് നേരെ 5 ദിവസം എന്നെ റിമാൻഡ് ചെയ്തു. ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാൻ പോയിട്ട് 5 ദിവസം ജയിലിൽ വരുന്നു. അന്ന് പോലീസ് പറഞ്ഞതനുസരിച്ചാണ്, നമ്മൾ ആദ്യം പരാതി പറയാൻ പോലീസ് പറഞ്ഞതനുസരിച്ചാണ് കുറ്റം നമ്മുടെ മേലായിരുന്നു വന്നിരുന്നത്. അന്ന് എന്ത് ശരിക്കും ചേച്ചിനെ അവർ കൃത്യമായിട്ട് അടിക്കുകയാണ് ചെയ്തത്. CCTV ഞാന് കുഞ്ഞുങ്ങളായിട്ട് കയറി ചെല്ലുമ്പോ തന്നെ ഹസ്ബൻഡിനെ മർദ്ദിക്കുന്ന കണ്ടുകൊണ്ട് അപ്പൊ ഞാൻ വിഷമിച്ചു പോയി. ഉപദ്രവിക്കരുത്, എനിക്കും മക്കൾക്ക് ഇവിടെ വേറെ ആരുമില്ല, ഈ 2 കുഞ്ഞുങ്ങളെയും വെച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പ്രഗ്നന്റും കൂടിയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ നെഞ്ചത്ത് പിടിച്ച് തന്നെ ഒരൊറ്റ തള്ളുന്നുണ്ട്. തള്ളിയിട്ട് ഞാൻ അപ്പൊ ആളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ചെല്ലുമ്പോഴാണ് എന്നെ അടിക്കുന്നത്. സർക്കാർ തലത്തിൽ നടപടിക്കാണോ ആവശ്യം? അതെ, തീർച്ചയായിട്ടും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മള് മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും എല്ലാ കമ്മീഷന്മാർക്കും നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും നമുക്കൊരു തൃപ്തിയായിട്ടുള്ള ഒരു രീതിയിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഹൈക്കോടതിയിൽ നിന്നാണ് ഞങ്ങൾക്കൊരു ന്യായം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ ആർക്കൊക്കെ പരാതി കൊടുക്കണം അവർക്കൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും പരാതി കൊടുക്കുന്നത് ഇവർക്ക് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുക്കുന്ന CCTV ദൃശ്യം കിട്ടിയതിനു ശേഷം അല്ല, അതിന് മുമ്പ് ഞങ്ങൾ ഈ സംഭവം നടന്നിട്ട് 2-ാമത്തെ ദിവസം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ളൂ. റെസ്പോണ്ട് ഒരാളുടെ ഭാഗത്തും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഈ നോർമൽ കുത്തുകൾ നോട്ടീസ് വീട്ടിലേക്ക് അയക്കുന്നു. ഇത് തരാൻ പറ്റില്ല, അത് അങ്ങനെയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരിച്ചോണ്ടിരിക്കുന്നു. പക്ഷേ നേരായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ കോടതിയിൽ ഞങ്ങൾ സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് കോടതിയിൽ ഞങ്ങൾക്ക് CCTV ദൃശ്യം കിട്ടിയതിനു ശേഷം പരാതി കൊടുത്തോ? ഇല്ല, അതിനുശേഷം കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾക്ക് പുള്ളിയുടെ പേരിൽ ഒരു പ്രൈവറ്റ് അന്യായം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ എല്ലാവിധ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന നിയമവശങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഞങ്ങൾ അനുഭവിച്ച മാനസികാവസ്ഥ അത്രത്തോളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിലേറ്റ മുറിവ് മാറണമെങ്കിൽ ഇതിനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രയും ചെയ്യും. കാരണം അത്രയും മാനസികാവസ്ഥയോടെ ഞങ്ങൾ കടന്നുപോയി ഇത്രയും നാളും. ഇതിനുവേണ്ടി ഞങ്ങൾ എല്ലാ സമൂഹത്തിന് മുമ്പിലൊക്കെ ഞങ്ങളാണ് ഭയങ്കര തെറ്റുകാരെ പോലെ നിന്നുകൊണ്ടിരുന്നത്. കാരണം എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ ആ സ്റ്റേഷനിൽ വലിച്ചെറിഞ്ഞൊക്കെ വരുത്തി വെച്ചത്. അപ്പോൾ എന്നെ എനിക്ക് കേസ് ഇട്ട് വെച്ചതും അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരാൾ അനുഭവിക്കുന്ന വേദന അയാൾക്ക് അനുഭവിക്കണം. അത്രത്തോളം എനിക്ക് പറയാം. കഴിഞ്ഞ 1 വർഷമായിട്ട് ഇവരുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ഇവർ കോടതി കയറി ഇറങ്ങുകയാണ്.
അവരുടെ സമയം, മാനം, ജനങ്ങൾ, നാട്ടുകാർ, അവരുടെ നാട്ടുകാരും ബന്ധുക്കളും അടക്കം അവരെ തെറ്റിദ്ധരിച്ചാണ്. കുറെ പേരെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് കളത്തിക്കാണ്. ഇത്രയും കാലം അവരനുഭവിച്ച നാണക്കേട് ഈ പ്രതാപൻ എന്ന് പറയുന്ന ഈ നാറിയ പോലീസുകാരനെ എന്നാ ചെയ്യണം? ഇവനെ സസ്പെൻഡ് ചെയ്ത് വിട്ടാൽ മതിയോ? ഇവനെ ഡിസ്മിസ് ചെയ്യേണ്ട എറണാകുളം നോർത്തിൽ കയറി ഇരിക്കുകയാണ് SHO ആയിട്ട്. എന്നാ ഗീരവിത്ത് ഉണ്ടാക്കാനാണ്? ഇവനെയൊക്കെ പോലുള്ളവന്മാരെയാണ് പോലീസുകാരന്മാരുടെ മൊത്തം വില കളയുന്നത്. ഞാൻ സ്റ്റേഷനിൽ കയറിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നല്ല അനുഭവം മാത്രമേ ഉള്ളൂ. കാരണം അവരത്രയും നല്ല പോലെയാണ് നമ്മളടുത്ത് പെരുമാറിയിട്ടുള്ളത്. കാരണം നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട്. പക്ഷെ ഇവനൊക്കെ പോലെയുള്ളവന്മാർ എന്തൊക്കെ ഗ്രഡ്ജുകൾ, ഈഗോളും വെച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പാവങ്ങളുടെ നെഞ്ചത്ത് ഇടിച്ച് കയറാം. പകരം പണമുള്ളവന്റെ മിടുക്കുള്ളവന്റെ നെഞ്ചത്ത് മാറി കയറും, കോപ്പ് കയറും. എങ്കിൽ അവന്മാർ ഇടിച്ച് നൂത്ത് അടുത്ത് വീട്ടിന്റെ വരാന്ത പോലും കയറാത്ത രീതിയിലാക്കിയിടും. ഇതുപോലെ പ്രതികരിക്കാത്ത പാവങ്ങളുടെ നെഞ്ചത്ത് അങ്ങ് ഇടിച്ചു കയറും. ഒരുപക്ഷെ ആ CCTV ഫുട്ടേജ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ വീട്ടുകാർ പറയുന്ന കള്ളമാണെന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് തന്നെ അവൻ അമ്മാതിരി രീതിയിലാണ് മെഴുകുന്നത്. അവൻ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അവൻ തന്നെ കോടതി എന്നുള്ള രീതിയിലാണ് അവന്റെ മെഴുകല്. ഇവനെ പോലുള്ളവന്മാരെ പോലീസുകാരന്മാരെ എന്ന് സാറന്മാരെ എന്ന് വിളിക്കേണ്ട ഒരു കാര്യമില്ല. ഇവനൊക്കെ പോലുള്ളവന്മാരാണ് ഈ നാടിന് ശാപം. കേരള പോലീസ് മൊത്തം അപമാനമായിട്ട് മാറുന്നത്. ഈ മാങ്ങ കട്ട ഒരു പോലീസുകാരനില്ലേ, അതിൻ്റെയൊക്കെ ഗണത്തിൽപ്പെടുത്താൻ പറ്റിയ നാറിയ പോലീസുകാരൻ തന്നെയാണ് ഇവൻ. അതിനേക്കാളും തന്തയില്ലാത്ത പരിപാടിയാണ് ഇവനെയൊക്കെ പോലുള്ളവന്മാർ കാണിക്കുന്നത്. ആ പാവങ്ങള് അവരുടെ ലോഡ്ജിന്റെ ഫ്രണ്ടിൽ ഏതോ 2 വ്യക്തികളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ അവര് നേരെ എന്ത് ചെയ്ത് വീഡിയോ എടുത്തതിന് അടുത്ത ദിവസം വന്ന് 3-ാം പ്രതി എന്ന് പറഞ്ഞ് അങ്ങേരെയും പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാണ്. അത് ചോദിക്കാൻ പോയ ഭാര്യ, തനിക്ക് തന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ, തനിക്കും തന്റെ കുഞ്ഞുങ്ങൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ പോയ ഭാര്യ അവരെ പിടിച്ചിട്ട് അടിച്ചിട്ട് ഇവൻ വലിയ മറ്റേ അടുത്ത പരിപാടി വർത്തമാനം കുണച്ചോണ്ട് വന്നിരിക്കുകയാണ്. എന്തായാലും അടിക്കുന്ന ദൃശ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ജനമൈത്രി പോലീസിന്റെ മുഖം നന്നായി വ്യക്തമാകുന്ന ഒരു ദൃശ്യം കൂടി പുറത്തു വരികയാണ്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവമാണ്. 2024 നടന്ന സംഭവമാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. അന്നത്തെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ SHO ആയ പ്രതാപചന്ദ്രനാണ് ഒരു സ്ത്രീയുടെ മുഖത്തടിക്കുന്നത്. ഈ നാർക്ക് ആരാണ് അധികാരം കൊടുത്ത ഒരു സ്ത്രീയെ അടിക്കാനായിട്ട്? ഇവിടെ മറ്റേ കമ്മീഷൻ, മറിച്ച കമ്മീഷൻ എല്ലാം ഉണ്ടല്ലോ. ഒരുപാട് മറ്റേ അടുത്ത സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. വലിയവന്മാർക്കും വലിയവൾക്കും വേണ്ടി മാത്രമേ സംസാരിക്കത്തുള്ളൂ. സാധാരണക്കാരായ ഇതുപോലത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് ഒരു കമ്മീഷനും ഇല്ലേ? അല്ലെങ്കിൽ വലിയ മറ്റേ ടീമുകളായിട്ട് കയറി ഇരുന്ന് ന്യൂസ് ചർച്ചയിലിരുന്ന് അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഓരോരുത്തർ ഇതുപോലുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കത്തില്ലേ? നിന്റെയൊക്കെ വായിലെന്ത് അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്നോ? ആർക്കും ഒന്നും ചോദിക്കാനില്ല, ഒന്നും പറയാനില്ലേ? മറ്റുള്ള വലിയ ടീമുകളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ മാത്രം വന്നിരുന്ന് ഘോര ന്യൂസിലിരുന്ന് ചർച്ച ചെയ്യും. അല്ലാതെ സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു ചർച്ചയില്ല, ഒന്നുമില്ല. അവർക്ക് എന്തെങ്കിലും വന്നാൽ അവരെ തന്നെ അത് ഫേസ് ചെയ്യണം. എന്തിന്? ഈ CCTV ഫുട്ടേജ് ഇല്ലായിരുന്നെങ്കിൽ അവരെ തന്നെ ചെളിവേരെ അടിച്ചേനെ. അതാണ് ഇവിടുത്തെ കാലം. ആ പ്രതാപൻ എന്ന് പറയുന്ന നാറിയ പോലീസുകാരൻ എത്ര ഇതിരിക്കുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ CCTV ഉൾപ്പെടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവൻ ഇമാതിരി ഒരു തൊട്ടിത്തനം കാണിക്കുന്നു. ഇവനെയൊക്കെ എന്തിനാണ് പോലീസിൽ വെച്ച് പൊറപ്പിക്കുന്നത്? ദയവ് ചെയ്തിട്ട് സസ്പെൻഷൻ അല്ല കൊടുത്തു വിടേണ്ട, ഡിസ്മിസ് ചെയ്ത് വിടണം ഇതുപോലത്തെ നാറുകളെ. ഇങ്ങനെ ഉള്ളവന്മാരെ എന്തിനാണ് പോലീസിൽ വെച്ച് പൊറപ്പിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം. 1 വർഷമെടുത്ത് അവരുടെ നിരപരാധിത്വം അവർക്ക് തെളിയിക്കാനായിട്ട്. അതുവരെ നാട്ടുകാരുടെ പരിഹാസങ്ങളും പുച്ഛങ്ങളും ഒക്കെ ആയിട്ട് അവർ ഫേസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോയി. 5 ദിവസം ഒരു കാര്യമില്ലാതെ ജയിലിൽ പോയി കിടന്നു. എന്ത് തെറ്റ് ചെയ്തു? അതുകൊണ്ട് ഇവിടെ ഉള്ള ഈ പോലീസുകാരന്മാർ എല്ലാവരും അല്ലാട്ടെ ഇതുപോലത്തെ നാറികൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് തോന്നിവാസങ്ങളും ഇവിടെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഏതൊരു നിരപരാധിയെയും പ്രതിയാക്കി മാറ്റാൻ ഇതുപോലത്തെ കാവാലികന്മാർക്ക് കഴിയും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇല്ലാത്ത കേസുകളും ഇല്ലാത്ത വകുപ്പുകളും എഴുതി ചേർത്ത് കെട്ടുകഥകൾ മെനഞ്ഞ് ഏതൊരു നിരപരാധിയെയും പ്രതിയാക്കി മാറ്റാൻ ഇതുപോലുള്ള പോലീസുകാരന്മാർക്ക് കഴിയുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ നിന്ന് തെളിയുന്നത്. സീരിയസ്ലി പറയാം, ഇതുപോലത്തുള്ള പോലീസുകാരന്മാരെ നാട് കടത്തണം. ഇവന്മാരെ എന്തിനാണ് നമ്മൾ കേരള പോലീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാടിന് അപമാനം, നമ്മുടെ പോലീസ് മൊത്തത്തിന് അപമാനം, ഫോഴ്സിന് മൊത്തത്തിൽ അപമാനമാണ്. ഇതുപോലുള്ളവന്മാരെ ദയവ് ചെയ്തിട്ട് ഡിസ്മിസ് ചെയ്ത് വിടണം. എന്തിനാണ് സസ്പെൻഷൻ കൊടുത്തു വിടുന്നത്? പകുതി ശമ്പളത്തോടെ കുറേ ദിവസം പോറ്റിയിട്ട് തിരിച്ച് വീണ്ടും കയറ്റി വിടാനാണ്. ഗർഭിണിയായ ഒരു സ്ത്രീയെ കൈ നീട്ടി അവൻ അടിക്കുന്ന അടി, ഇവന്റെ മാട് കൈ ആ പാവപ്പെട്ട സ്ത്രീയുടെ മേത്ത് വീഴുമ്പോൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവനെയൊക്കെ പോലുള്ളവന്മാരാണ് വീണ്ടും വെച്ച് പോലീസിൽ പൊറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ ഗീരവിത്ത് ഉണ്ടാക്കാനാണ് സസ്പെൻഷൻ കൊടുത്തുവിട്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഡിസ്മിസ് എങ്കിലും കൊടുക്കണം. എന്നിട്ട് ഒരു 10 വർഷം തടവും കൊടുത്ത് ഒരു 2 കോടി രൂപ ഇവർക്ക് പഴയം കൊടുക്കണം. ആ രീതിയിൽ അവന്റെ വീട് കിട്ടിയിട്ടാലും കൊടുക്കണം. ഇങ്ങനത്തെയൊക്കെ നിയമങ്ങൾ സ്ട്രോങ് ആയിട്ട് വരണം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് പ്രതാപന്മാർ ഇനിയും ഉണ്ടാവൂടാ. ഇതുപോലെ പല തന്തയില്ലാത്ത പരിപാടികളും കാണിക്കും ഇവനെയൊക്കെ പോലുള്ള നാറുകൾ. അവനെയൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പം പിടിച്ച് മടിയിലിരുത്തി കൊഞ്ചും. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ എന്തോന്ന് കാര്യം. ഇവന്റെ ന്യായീകരണമുണ്ട്. ഈ പ്രതാപൻ എന്ന് പറയുന്ന സസ്പെൻഷനിലായില്ലേ ഈ സ്ത്രീയെ ഉപദ്രവിച്ച ഇവന്റെ ന്യായീകരണമുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്കണം ഇവന്റെ ന്യായീകരണം. അവരൊരു കേസിലെയും പ്രതിയല്ല. അവരാ വിഷയം ആരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കണ്ടപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുത്തു. ഇവരുടെ ലോഡ്ജിന്റെ ഫ്രണ്ടിലായപ്പോൾ അത് വീഡിയോ എടുത്തോണ്ട് നിന്നപ്പോൾ അവൻ കള്ള കേസ് ഉണ്ടാക്കി അടുത്ത ദിവസം വന്ന് അങ്ങേരെ 3-ാം പ്രതി എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി. തന്റെ കുട്ടികളെ എടുത്ത് വയറ്റിലൊരു കുട്ടിയെ വെച്ചും കൊണ്ട് ആ സ്ത്രീ പോയി.
ആ സ്ത്രീ ഗർഭിണിയായിരിക്കെ ആ സ്ത്രീയെ ഉപദ്രവിച്ച് അടിച്ച് കൈ ഓങ്ങി. ഇത് തന്തയില്ലാത്ത പരിപാടി. അതും ഒരു സ്ത്രീയെ, നിരപരാധിയായ ഒരു സ്ത്രീയെ. നിനക്കൊക്കെ തോന്നിവാസം കാണിക്കാനുള്ള ഇടമാണോ പോലീസ് സ്റ്റേഷൻ? അധികാരങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തന്തയില്ലാത്ത പരിപാടിയും കാണിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളെ നിന്റെയൊക്കെ കാലിന്റെ അടിയിൽ ചവിട്ടി നിർത്താനുള്ള ഒരു അവകാശമാണെന്നാണ് നിന്റെയൊക്കെ വിചാരം. ഈ പ്രതാപനെ പോലെയുള്ളവന്മാരെ എൻകൗണ്ടർ ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. ഇവനെയൊക്കെ നായകൾ, ഇവനൊക്കെ വീണ്ടും വന്നൊന്ന് മെഴുകുന്നത് ന്യായീകരിക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ എന്നെ ഉളത്തനാണ് വിളിച്ച് പറയുന്നതെന്ന് കണ്ടു നോക്ക്. ഇന്നെന്ന് പറഞ്ഞ ആള് 2-3 ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ഓൾറെഡി ഒരു സ്ത്രീ ആക്രമിച്ച കേസിന് പ്രതിയാണ്. ഞങ്ങളുടെ ഒരു റോബറി കേസിലെ 2 പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുകയും അതിന് പോലീസിനെ അവരെ ആക്രമിക്കാനും അല്ലെങ്കിൽ പോലീസിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയ കേസിൽ 2 പ്രതികളെ അന്ന് രാത്രി രക്ഷപ്പെടാൻ സഹായിച്ച കേസിൽ പ്രതിയാണ്. ആ കേസിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ബെഞ്ചോ എന്ന് പറഞ്ഞവർ ഈ ലേഡിയുടെ ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിൽ വന്നത്. വന്ന സമയത്ത് അവരെ വീട്ടിലെല്ലാം അവർക്കറിയാം. 2 ദിവസം ഒളിവിൽ കഴിഞ്ഞ ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്ന ആളാണ്. കൊണ്ടുവന്നിട്ട് ആ സമയത്ത് വേറെ പ്രശ്നമല്ല, കൊണ്ടുവന്നിട്ട് കുറച്ചു നേരം വന്നെ അത് പ്ലാൻ ചെയ്ത പോലെ അവർ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് പാഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റേഷനിൽ തള്ളി കയറി വരും. ഡോറ് ചവിട്ടി തുറന്ന് കയറി അകത്ത് വന്ന് ആ കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഹസ്ബൻഡ് വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞുങ്ങൾ എറിഞ്ഞു പോലും ഞാനും ചാവുമെന്ന് പറഞ്ഞ ശേഷം ഭീഷണിപ്പെടുത്തി വലിയ അതിക്രമം ഉണ്ടാക്കി. എന്റെ വനിതാ പോലീസുകാർക്ക് ഒരു വനിതാ പോലീസാണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് തീരെ വയ്യാത്തൊരവസ്ഥയിലാണ്. അതൊക്കെ വിഷയമുണ്ട്. ആ വനിതാ പോലീസുകാരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് സ്റ്റേഷനിൽ അതിക്രമം കയറാൻ വേണ്ടി വന്നു. അതിൽ ആ കുഞ്ഞുങ്ങൾ ആ സമയത്ത് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അവർ കൃത്യമായിട്ട് ആ കുഞ്ഞുങ്ങളെ എറിഞ്ഞു തറയിട്ടന ആ പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പം ഞങ്ങൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം അവർക്കൊരു പരിധി ഉണ്ടാവാതെ ആ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തിട്ട് പരമാവധി അവരെ ആക്കി. ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർ വീണ്ടും അതിക്രമിച്ച കയറി വന്നിട്ട് പോലീസിനെയൊക്കെ തള്ളി മാറ്റി തീർത്തും തള്ളി എന്നെ 2 പ്രാവശ്യം തള്ളാൻ വേണ്ടി പോയി. തള്ളി ആ നെഞ്ചിൽ തള്ളിയ സമയത്താണ് ആ ഒരു സംഭവം, ആ ഒരു ആക്ഷൻ ഉണ്ടായത്. ഇത് ഒരിക്കലും ഞങ്ങൾ ആരും കരുതി കൂട്ടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു സഡൻ പ്രൊവക്കേഷനിൽ അവർ ഇത്രയും വന്ന് വയലന്റ് ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമില്ല. പോലീസ് പ്രതികളെ കൊണ്ടുവന്നത് സാധാരണ സ്റ്റേഷനിൽ കൊണ്ടുവന്ന സാധാരണ പതിവുള്ള കാര്യമാണ്. അവര് ഒരു ഇതുമില്ലാതെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ട് അവരെ ജീവന ഒരു മര്യാദ ഒരു അല്പം പോലും അവർക്ക് കെയർ കൊടുക്കാതെ എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചെങ്കിൽ അവസാനിച്ചേക്കാം. ആ കുട്ടി ആ സമയത്ത് സമയമായിട്ട് ഞങ്ങൾ വനിതാ പോലീസിനെ ഞാൻ എത്രയും മാത്രം ശക്തമായിട്ട് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ തിക്കിലും തിരക്കിലും പെടുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ തറയിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവത്തിനേക്കാൾ ഭീകരമായി പോകണം. നോർത്ത് പോലുള്ള സ്റ്റേഷനിൽ ഇത്രയും സെൻസിറ്റീവ് ആയ സ്റ്റേഷനിൽ ഈ 2 പ്രതികളെ മനഃപൂർവ്വം രാത്രി ഈ പറഞ്ഞ ഈ ലേഡിയുടെ ഹസ്ബൻഡ് നല്ല മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ബാറിൽ നിന്ന് ഇറങ്ങിയ ഒരു ആൾക്കാരെ ബാറാണ് എന്റെ ഫ്രണ്ടിൽ, ഇവരുടെ റൂമിന്റെ ഫ്രണ്ടിൽ ബാറാണ്. ഒരു റൂംസ് വാടക ബിസിനസ് അവർക്ക്. അതിന്റെ ഫ്രണ്ടിൽ ബാറാണ്. ബാറിൽ നിന്ന് മദ്യവെച്ച് നിൽക്കുന്ന ഒരു ആൾക്കാരെല്ലാം ചേർന്നിട്ട് ആ 2 പോലീസുകാരുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഈ പിടിച്ചു കയറ്റിയ പ്രതികളെ അവരെല്ലാം ചേർന്ന് ഇറക്കുകയാണ് ചെയ്തത്. അതിലേക്കാണ് ആ കേസെടുത്തത്. കേസെടുത്ത് 3 ദിവസത്തോളം ഇയാൾ ഒളിവിലായിരുന്നു. ഒളിവിലായ ശേഷം വന്നപ്പോഴാണ് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നത് പറഞ്ഞാൽ ഇവര് പിന്നെ ഓക്കെട്ടാ, എല്ലാം വിശ്വസിച്ചടാ പ്രതാപൻ സാർ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. വിഷ്വൽസ് നമ്മൾ കണ്ടതാണ്. എന്ത് തോന്നിവാസമായാലും നിനക്ക് ഈ ബെഞ്ചോ എന്ന് പറയുന്ന ആളിനെ സംശയമുണ്ടെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ നിയമപരമായിട്ട് നീ വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. പകരം അവർ പറയുന്നുണ്ട് വ്യക്തമായിട്ട്, അവർ വീഡിയോ എടുത്തോണ്ട് അടുത്ത ദിവസം വന്ന് നീ അവരെ പിടിച്ചോണ്ട് പോകുന്നു അല്ലെങ്കിൽ നിന്റെ പോലീസുകാർ അവരെ പിടിച്ചോണ്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എടാ നീയൊക്കെ എന്തോന്നടേ, പോലീസുകാർക്ക് മൊത്തത്തിൽ അപമാനമാണല്ലോ. ഇനി നിന്റെ ഭാഗത്ത് ന്യായമെന്ന് വച്ചോ. നീ എന്തിന് പോക്കൃത്തനത്തിനാണ് ആ സ്ത്രീയെ തല്ലിയത്? എന്ത് പോക്കൃത്തനത്തിനാണ് നീ ആ സ്ത്രീയെ തല്ലിയത്? എനിക്കതാണ് ചോദിക്കാനുള്ളത്. ഗർഭിണിയായ ഒരു സ്ത്രീയെ കൈനീട്ടി ആടിച്ചത് എന്തിന്? കാണിച്ച തന്തയില്ലാത്ത പരിപാടിയാണ്. എന്നിട്ട് ന്യായീകരിക്കണം വന്നിരുന്ന് അവൻ മറ്റേ പ്രതിയാണെന്ന്. നീ ഇവിടെ വലിയ വലിയ കൊമ്പന്മാരും വലിയ വലിയ നാറിയ പരിപാടി കാണിച്ച പ്രതികളുണ്ട്. ഒളിവിലും ഇപ്പോഴും തെളിയാതെ നടക്കുന്ന കേസിലെ ഒരുപാട് നാറികളും കള്ളങ്ങളും കപടങ്ങളും കാണിച്ച് നടക്കുന്ന ഒരുപാട് വലിയവന്മാരുണ്ട്. പോയി പിടി. എന്ത് അവരെ വീട്ടിൽ കയറി അവരെ ഭാര്യ അടിക്കൂ? നീ അടിക്കൂലല്ലേ? ഇത് പാവങ്ങളായതുകൊണ്ടല്ലേ. ഇവർ പ്രതികരിക്കില്ല, നാളെ ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവില്ലെന്ന് നീ ചിന്തിച്ചിട്ടല്ലേ നീ കൈവച്ചത്. നീ എന്തോ വലിയ സംഭവമാണ്, സ്റ്റേഷൻ നിന്റെ കൺട്രോളാണ്, നീ വലിയ മറ്റെടുത്തവനാണ് എന്നുള്ള ചിന്ത വെച്ചിട്ടല്ലേ നിന്നെയൊക്കെ പോലെയുള്ള പോലീസുകാരന്മാര് ഇമാതിരി നാറി പരിപാടി കാണിക്കുന്ന. നീയൊക്കെ കാരണം ബാക്കിയുള്ള മാന്യമായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സർവീസ് ചെയ്യിക്കുന്ന പോലീസുകാർക്ക് കൂടി നാണക്കേടാണ്. സസ്പെൻഷൻ അല്ല, ഡിസ്മിസ് ചെയ്ത് വിടണം. അതാണ് ചെയ്യേണ്ടത്. എന്തിനാണ് സസ്പെൻഷൻ കൊടുത്തു വിടുന്നത്? ഇനി സസ്പെൻഷൻ ചെയ്തതിനു ശേഷം ഈ ബെഞ്ചോയും ഭാര്യയും പ്രതികരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടുനോക്കാം. ഏറ്റ സ്ത്രീയുടെ ഭർത്താവ് ബെഞ്ചോ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ബെഞ്ചോ, നടപടി ഉണ്ടായിരിക്കുന്നു. ആ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ വന്നിരിക്കുകയാണ്. ആ വാർത്തയാണ് ഇപ്പോൾ 24 ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഏതാണ്ട് 8 മണിക്ക് ബെഞ്ചോയും ഭാര്യയും ഇതുമായി ബന്ധപ്പെട്ട് 24 വന്നിരുന്നു. ആ സമയത്ത് DGP ഈ കാര്യങ്ങളിൽ ഇടപെടും, നടപടി ഉണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും എന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ നടപടി ഉണ്ടാകുന്നു, പക്ഷേ ഒരുപാട് നാൾക്ക് ശേഷമാണ് എന്നുള്ളതാണ്. എന്താണ് ഇപ്പോഴത്തെ സസ്പെൻഷനെ കുറിച്ച് താങ്കൾക്ക് തോന്നുന്നത്? നമുക്കിപ്പോ സന്തോഷം സമാധാനം തോന്നുന്നു. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ സത്യത്തിന് എത്ര മൂടി വെച്ചാലും അത് പുറത്തേക്ക് വരും. അതായത് നമ്മളതിന്റെ മുകളിലേക്ക് എന്തോരം മണ്ണിട്ട് വെച്ചാലും അത് സമയമാകുമ്പോൾ പുറത്തേക്ക് വരും. അതില് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും മുഖ്യമന്ത്രിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന അഡ്വക്കേറ്റിനും
അതേപോലെ നമുക്ക് ഇതിന് വിധി വന്ന വിധി അരുൺ സാറിനും എല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച മാധ്യമങ്ങൾക്കും നന്ദി പറയുന്നു. ഇതില് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ അവരൊരു പ്രതികരണം പറഞ്ഞതായി കേട്ടു. അതായത് പുള്ളി അത് ചെയ്തതിന് ന്യായീകരിച്ചിട്ട് പറയുന്നായിരുന്നു. അത് ഒരു സാധാരണ ചോറുണ്ടാണ് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ എന്റെ ഭാര്യ ആ സ്ഥലത്തേക്ക് ചെന്നത് സ്റ്റേഷനിലേക്ക് 2 AK-47 കയ്യിൽ പിടിച്ചിട്ട് പോയിട്ട് വരാണെങ്കിൽ അവർ പറയുന്നതിന് ഒരു കാര്യമുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ. എന്റെ 2 കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ടാണ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതെ, ഈ നാറിയ ബെഞ്ചമിൻ അല്ലല്ലോ, സോറി, പ്രതാപൻ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മറ്റേ കേസിലെ പ്രതിയാണ്, അവൻ വേറെ കേസുകളുണ്ട്, മദ്യപാനിയാണ്, മറിച്ചാണ്, കോടയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നീ എന്തിനാണ് ആ സ്ത്രീയെ തല്ലിയത്? എന്നിട്ട് അതിനുശേഷം ഇവൻ ന്യായീകരിച്ചങ്ങ് മെഴുകയാണ്, തള്ളി മറിയുകയാണ്. ഇവൻ തന്നെ പറഞ്ഞത് ശരി, ഇവൻ ചെയ്തത് തന്നെ ശരി എന്നുള്ള രീതിയിൽ തള്ളി മറിയുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇവന്റെ തള്ളങ്ങ് നിർത്തിയാൽ മതി. ഈ CCTV ദൃശ്യമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവനൊക്കെ പറയും നമ്മൾ വിശ്വസിച്ചാണ്. പോലീസുകാരെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന പരിപാടി നമ്മൾ വിശ്വസിച്ചാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. പോലീസുകാർ ഇല്ലാത്ത കള്ളക്കഥകളും കള്ളക്കേസുകളും നിരപരാധിയായ ആൾക്കാരുടെ തലയിലേക്ക് കെട്ടിച്ചമയ്ക്കും. അത് ഈ കേസിൽ മാത്രമല്ല, പല കേസുകളിലും. ഒരുപക്ഷെ നമ്മളെ മീഡിയക്കാരെ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നതൊന്നും സത്യമാവണമെന്നില്ല. കാലക്രമേണയായിരിക്കും സത്യം, ന്യായം, നീതിയൊക്കെ പുറത്തു വരുന്നത്. ഇവിടെ ഈ ബെഞ്ചോ എന്ന് പറയുന്ന വ്യക്തിയും തന്റെ വൈഫും കൂടി 1 വർഷത്തെ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് അവർക്ക് നീതി ലഭിക്കുന്നത്. പക്ഷെ ഇത് നീതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്പെൻഷനിലല്ല ഒതുക്കേണ്ട. ഇവനെ പോലുള്ളവന്മാർ ഇനി സർവീസ് തിരിച്ചു കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ പോക്കൃത്തനെ കാണിക്കത്തുള്ളൂ. ബ്ലാക്ക് മാർക്കുകൾ സർവീസ് ഹിസ്റ്ററിയിൽ വീഴുന്നോണ്ടിരുന്നു കഴിഞ്ഞാലും ഇവനൊക്കെ ഇതുപോലത്തെ പോക്കൃത്തനങ്ങൾ കാണിച്ച് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. അതിൽ ഒരു മാറ്റവും ഇല്ല. ഈ സസ്പെൻഷനിൽ ഇരുത്തിയിട്ട് എന്തിന് പകുതി ശമ്പളത്തോടെ തിന്നാനാ? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഡിസ്മിസ് അടിച്ചു വിടും, വേറെ വല്ല പണിക്കും പോട്ടെ. ഇവനൊക്കെ പോലെയുള്ള ഗുണ്ടകൾ, പോലീസ് ഗുണ്ടകൾ എന്ന് തന്നെ പറയും. സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കാതെ ഗർഭിണിയായ ഒരു യുവതിയെ അടക്കം ആക്രമിച്ച പോലീസ് ഗുണ്ടകൾ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. ഇവനൊക്കെ എന്തിനാണ് വച്ച് പൊറിപ്പിക്കുന്നത്? ഇതൊക്കെ ഞാൻ ആരോട് പറയാം? ഇവിടെ ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല, അത് വേറെ വാസ്തവം. എന്തായാലും ഇത്രയെങ്കിലും ചെയ്ത് തന്നെ വലിയ കാര്യം. അവനെ സസ്പെൻഷൻ ആക്കിയത് തന്നെ സത്യം പറഞ്ഞാൽ എന്തോ വലിയ കാര്യമായിട്ട് തോന്നുന്നു. ഓക്കെ, നല്ല കാര്യം. ഇതുപോലുള്ളമാരെ നാറികളുടെ എക്സ്പോസ് ആവണം ഫേസ്. ഞാൻ ഒരുപാട് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടായി, നല്ല പോലീസുകാരാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതുപോലത്തെ കഴിപ്പണം കെട്ടന്മാരെ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഇനി എന്തോ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അന്ന് ആടപടല ഞാൻ എന്താ ഒറ്റയ്ക്ക്. എന്തായാലും ഇവിടെ എത്തൊന്നുമില്ല എനിക്ക് ഇതുപോലത്തെ ഒക്കെ പണികൾ കിട്ടി കഴിഞ്ഞാൽ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ഇടണം.